അതായത് നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്ത് തന്നെയാലും അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്, യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കില്ല. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു മനസ്സിൽ സംഘപരിവാരം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ നിയന്ത്രണത്തിൽ കേരളം വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയായിരിക്കും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല. അപ്പൊ ഞാനിത് പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഉത്തരേന്ത്യ അതല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് നരേന്ദ്രമോദി, അതുപോലെ യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് സ്കൂളുകളുടെ അവസ്ഥ നമ്മളിപ്പോ ഏകദേശം ഒരു 2 മാസം 3 മാസം മുമ്പ് വന്നിട്ടുള്ള, അതിന് മുമ്പോട്ടുള്ള ഇതുവരെയുള്ള കുറച്ച് സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുള്ള, അതായത് നമ്മളെ ഈ യൂട്യൂബ് ന്യൂസ് ചാനലുകൾ ഉണ്ടല്ലോ, അവർക്കാണല്ലോ ഇത് കൂടുതൽ ഈ സ്കൂളിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ ചിത്രീകരിക്കുന്നവരാണ്. അപ്പോ ഒരു 4-5 സ്കൂളിന്റെ അവസ്ഥ കേരളത്തിലുള്ള ഈ വീഡിയോ കാണുന്നതിന് പ്രത്യേകം ഞാൻ കേരളത്തിലെ ടീച്ചേഴ്സിനെ, അതായത് അധ്യാപികമാരെ ക്ഷണിക്കുകയാണ്. കാരണം സംഘപരിവാരം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ നമ്മുടെ ടീച്ചേഴ്സും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വന്തം ഒരു പേഴ്സണൽ ഒരു ചോയ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ തെറ്റു പറയല്ല. പക്ഷേ ബി.ജെ.പിയുടെ കീഴിൽ നിയന്ത്രണത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഇത്രയും നാള് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ നിലവിലെ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ പറയുക, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഈ ഗുജറാത്ത് മോഡലും അല്ലെന്നുണ്ടെങ്കിൽ UP മോഡൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്തുക. लिखिए ना, पढ़िए, ये देखिए, आइए पढ़िए। ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഒരു ചാനലിന്റെ ഒരു മാധ്യമ പ്രവർത്തക സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്ത് നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു മൊബൈലിൽ കാണുന്ന ഈ ചെറിയൊരു ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാനാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, കേരളത്തില് അത്യാവശ്യം ഒരു ബുക്സ് വായിക്കാൻ കഴിവില്ലാത്ത ഏതെങ്കിലും ഒരു ടീച്ചർമാർ നമ്മുടെ കേരളത്തിലുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, വേറെ ആരെയും ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരോ സാമുദായിക പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘടനാ നേതാക്കളോ അവരടുത്ത് ആരുമല്ല. RSSനെ അംഗീകരിക്കാൻ പിന്നെ താല്പര്യമുള്ള ടീച്ചേഴ്സിനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള സ്കൂൾ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീച്ചർമാരെ നമുക്ക് ആവശ്യമുണ്ടോ? എത്രയോ 10 മടങ്ങ് കഴിവും പ്രാഗൽഭ്യമുള്ള എത്രയോ ടീച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതേ മോഡൽ, UP മോഡൽ, ഇതുപോലുള്ള സ്കൂളുകൾ നമുക്ക് ആവശ്യമില്ല. ഇത് ഇനിയുണ്ട്, ഇനി കുറച്ചും കൂടെ നമുക്ക് കാണാം. काम है दिखाना चीजें, हम वो दिखाएंगे। आइए देखते हैं। सबसे पहले हम आपको दिखाते हैं कि सरकारी स्कूल में जो पानी पीने की जगह है वो देख लीजिए आप एक बार को। ये प्लीज, ये आप जगह देख पा रहे हैं, ये किस तरीके की जगह है, किस तरीके की चीजें हैं, यहाँ कितनी गंदगी है ये आप देख पा रहे हैं। ആ കാണിക്കുന്നത് കുട്ടികൾ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ മുഖം കഴുകുന്ന ഏതോ ഒരു ടാപ്പിന്റെ തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് മുഴുവൻ മുറുക്കാനും ചവച്ച് തുപ്പിയിട്ടിരിക്കുന്ന കളർ ഉൾപ്പെടെയാണ് കാണുന്നത്. ഇത് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നത്. സ്കൂളിന്റെ അകത്ത് ഉള്ള കുട്ടികൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്ത് മുറുക്കാൻ ചവച്ച് തുപ്പിയിരിക്കുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, അധ്യാപകർ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇത്ര ചുറ്റളവിൽ സിഗരറ്റ്, മറ്റുള്ള ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ വിൽക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കേരളമാണ്. സ്കൂളിനകത്ത് അവിടുത്തെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ആ വാർത്താ ചാനലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്കൂൾ ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കൂൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും കൂടി BJP കേരളത്തിലേക്ക് സ്വീകരിക്കാം, മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ये सारे क्लास नर्सरी से लेके 8 तक क्लास ये अकेले संभालती हैं। एक और उधर मैम है, एक ये मैम है और 2 अन्वेषक, एक शिक्षा मित्र है। एक शिक्षा मित्र है। 2 अन्वेषक। शिक्षा मित्र का क्या काम होता है? पढ़ाना काम सबका है, वही सब पढ़ा रहे हैं। फर्स्ट से 2 अन्वेषक, एक शिक्षा मित्र, 5 लोग। ആ കാണുന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ സാലറി എത്രയാണെന്ന് ചോദിക്കുന്നത്. അവർക്ക് കിട്ടുന്നത് 10,000 രൂപയാണ് ആ ടീച്ചറിന് കിട്ടുന്നത്. അതല്ല, അതിനേക്കാളും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ, അവിടെ 2 ടീച്ചർമാരേ ഉള്ളൂ. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. വെറും 2 ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിൽ ഒരു ടീച്ചറിന് കിട്ടുന്നത് 10,000 രൂപ. അപ്പോ
ഞാൻ കേരളത്തിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, 10,000 രൂപയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ കേരളത്തിലെ ടീച്ചർമാർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുകയുള്ളൂ. 10,000 രൂപയ്ക്ക് അത് മാത്രമല്ല, 2 ടീച്ചർമാർ ആവശ്യമുള്ളൂ. ഒരു മാസം 20,000 രൂപ അവർക്ക് ചെലവാകുന്നത് ആ സ്കൂൾ അധികൃതർക്ക്. സർക്കാർ സ്കൂളാണ്. സർക്കാരിന് ഒരു മാസത്തെ ചെലവ് 20,000 രൂപ ടീച്ചർമാർക്കുള്ള ശമ്പളം. നിങ്ങൾ തയ്യാറാണോ അതിന്? दो अनुदेशक है, एक शिक्षा मित्र है। अच्छा, तो यहाँ पर सारे आप 1 से लेके 8वीं तक के क्लासेस आप लोग संभाल लेते हैं? नहीं, हम लोग प्राइमरी में पढ़ाते हैं। देखो हाँ 250 बच्चे हैं और यहाँ टीचर्स जो हैं 1 से 8th तक चलती है, मतलब क्लास। और टीचर परमानेंट टीचर 2 हैं और 2 अनुदेशक जो कि जूनियर के लिए नियुक्ति है। और प्राइमरी हम और सरिता मैम संभालते हैं। तो अभी 8वीं तक के क्लास हैं, 1 से लेकर के 8 क्लासेस यहाँ पर है, तो सभी क्लासेस में एक साथ शिक्षक नहीं पहुँच पाते हैं। 9th है और टीचर्स हम 2 हैं। बस तो बाकी बच्चे फिर क्या करते हैं जब आप किसी और क्लासेस में होते हैं? हम इन्वॉल्व करते हैं, बड़े बच्चों को बुला लेते हैं, कभी कभी डीएलएड के बच्चे आ जाते हैं, तो ऐसे ही चल रहा है। तो आपको नहीं लगता है कि शिक्षा और बेहतर होनी चाहिए सरकारी स्कूलों में? होना चाहिए, बिल्कुल होना तो चाहिए। आप अपना नाम बताइएगा मैम प्लीज। मेरा नाम निमृता सिंह है। निमृता सिंह जी अच्छा ठीक है। तो यहाँ बच्चों से मैं बात कर लूँ क्या? बिल्कुल करिए। किस तरीके से आपने देखा कि किस तरीके से मैनेज करके सरकारी स्कूलों की पढ़ाई चल रही है? मैं क्या बोलूँ क्या नहीं, मुझे खुद नहीं समझ में आ रहा है। आइए അതായത് 2 പേരാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ 2 അധ്യാപകരിൽ നിന്ന് ഈ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുക? ഇതിലും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഈ സ്കൂളിനെ നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹമില്ല എന്നാണ് ചോദിക്കുന്നത്. അതിന് ടീച്ചർ പറയുന്നത് തീർച്ചയായും ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സൗകര്യം ഒന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് ഒരു സ്കൂളിന്റെ ടീച്ചറെ അടുത്ത് ചോദിക്കാം, ഒരു ടീച്ചർ എത്രമാത്രം യോഗ്യതയുണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ? അവർക്ക് എന്തിന്റെയൊക്കെ അറിവാണുള്ളത്? അവരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലാണ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ടീച്ചറായിട്ട് വരുന്നത്? അതൊരു ടീച്ചറുടെ അടുത്ത് നേരിട്ട് ചോദിക്കുകയാണ്. एलिफेंट का बताइए, एलिफेंट का बता दीजिए। होता है स्पेलिंग बताइए। पूरा स्पेलिंग नहीं बता पाएंगे, छूट जाएगा। देखिए फ्री का पैसा ले रहे हैं। क्या तो है, एलिफेंट नहीं पता है। एलिफेंट का बताइए, एलिफेंट का बता दीजिए। होता है स्पेलिंग ആ ടീച്ചറുടെ അടുത്ത് ചോദിക്കുന്ന വേറെ ഒന്നല്ല, ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത്. എലിഫന്റിന്റെ സ്പെല്ലിങ് ചോദിക്കുകയാണ്. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിൽ ടീച്ചർക്ക് പോലും എലിഫന്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ സ്പെല്ലിങ് അറിയത്തില്ല. कि हम पीछे बैठ गए हैं, समझ के हम दूसरे जाति के हैं और देखा है कि उसके बगल में कोई ऊंचा जाति बैठा हुआ है, तो बोला कि ऊंचा जाति को बोला कि तुम यहाँ बैठेगा, देखो तो तुम्हारे बगल में नीचे आदमी बैठा है, ऐसे कह के आगे भगवा देगा। टीचर का क्या रिस्पॉन्स रहता है उसमें? टीचर सब बोलता है। अच्छा टीचर ये बात करता है। हाँ टीचर ये अगर कोई छोटी जाति और बड़ी जाति का कोई साथ में व्यक्ति बैठा है तो टीचर ये बोलते हैं कि तू इसके साथ क्यों बैठ गया है? यस ये टीचर का स्टेटमेंट है। यस कौन से टीचर का नाम? सरिता मैम। मैम का स्टेटमेंट है। यस हाँ? सरिता मैम, रंजन सर, एक परवीन सर है जो यहाँ पे छोटे छोटे बच्चे को पढ़ाने के लिए बुलाया जाता है। यहाँ पे बगल में उनका घर है, जाते हैं मोटरसाइकिल से रोज, खाली आते हैं, हाजिरी बनाते हैं, आधा 1 घंटा रहते हैं, फिर घर पे जाते हैं, फिर उसके बाद यहाँ पे आते हैं और स्कूल पे रहते ही नहीं है वो। स्कूल में सर खाली गुटखा खाते रहते हैं। खाने में जब कीड़ा निकलता है सर। स्कूल में നമ്മളെ നാട്ടില് കേരളത്തിലെ മിക്ക സ്കൂളുകളിലും പഠിക്കുന്നവരെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തുകയും പഠിക്കാത്ത കുട്ടികളെ അല്ലെങ്കിൽ ഉളപ്പുള്ള കുസൃതികൾ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ബാക്ക് ബെഞ്ചിലാണ് ഇരുത്തുക. അങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കേരള സർക്കാർ പുതിയ ഒരു ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഒരു ക്ലാസിന്റെ റൗണ്ട് ചെയ്തുകൊണ്ട് ബെഞ്ച് ഡെസ്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല, ഫ്രണ്ട് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച് സ്റ്റെപ്പായിട്ട് പോകും. ഇപ്പൊ അത് മാറ്റിക്കൊണ്ട് റൗണ്ട് ചെയ്തിടണമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങൾ വരുന്നത്. പക്ഷെ ഉത്തരേന്ത്യൻ, അതായത് UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജാതിയിൽപ്പെട്ട കുറച്ച് കുട്ടികൾ ഇരിക്കുന്നതിനടുത്ത് മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മളിതൊക്കെ അംബേദ്കറിന്റെ ജീവിതകാലമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ വായിച്ചിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. ഈ 2026 UP എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന നിത്യ ഒരു സംഭവമാണ്. ഇതൊക്കെ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ UP മോഡലാണ് കേരളത്തിലെ സംഘപരിവാർ ചാണകങ്ങൾ പറയുന്നത്. ടീച്ചർമാരെ ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒന്ന് വായിന്ന് വന്നു പോകാൻ ദേഷ്യം കൊണ്ട് വന്നു പോകുന്നതാണ്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മൊത്തം അഴിച്ചു പണിയുന്നതിന് വേണ്ടി സംഘപരിവാരത്തിന്റെ പുതിയ ഐഡിയോളജിയാണ് ഈ മോഡൽ സ്കൂളുകൾ കേരളത്തിൽ കൊണ്ടുവരാനാണ് അവർ ഐഡിയ ഇടുന്നത്. നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് വിഷമിക്കരുതെന്ന് മാത്രമേ പറയുള്ളൂ. അവിടുത്തെ പുരുഷന്മാരായിട്ടുള്ള ടീച്ചർമാര്
സ്ഥിരമായിട്ട് സ്കൂളിൽ വരാറില്ല. വന്നാൽ തന്നെ ഏതെങ്കിലും ഒരു ഹാജരിട്ടിട്ട് അവർ സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഹാജരോ അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിലോ ഒന്നും തന്നെ യാതൊരുവിധ ആത്മാർത്ഥതയോ ഉത്തരവാദിത്വം ഇല്ലാത്ത ടീച്ചർമാരെന്നാണ് കുട്ടികൾ തന്നെ പറയുന്നത്. में जब कीड़ा निकलता है सर, स्कूल में सर खाली गुटखा खाते रहते सर जब खाने के लिए जब कीड़ा निकलता है सर तो खाना नहीं खाता है बच्चा लोग. ഇനി അഥവാ കുട്ടികളെ പഠിപ്പിക്കുന്ന സാറ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് കുട്ടികളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇത് മുറുക്കുന്നത്. ഗുഡ്ക, അതായത് പിന്നെ അവർക്കുള്ള പാൻ മസാല പോലുള്ള സാധനങ്ങൾ ഇത് ഉപയോഗിക്കുന്ന പോലും ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നന്നായിട്ടുണ്ട്. യു പി മോഡൽ തന്നെ കേരളത്തിലോട്ട് വരണം കേട്ടോ. जनवरी लिखे तो जनवरी फरवरी बता दे बचपन को. देखिए मैडम जनवरी लिख रहा है, JUNARY. जनवरी हो गया. सही सही है जी, कौन बताएगा? जनवरी लिखे. ജനുവരി എന്ന് പറയുന്ന ഒരു വാക്ക് ബോർഡിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്ത് ക്ലിയർ ആയിട്ട് അവർ എഴുതുന്നുണ്ടോ? ഇത് ഏത് രാജ്യത്തെ ജനുവരി ആണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്തെ ജനുവരി ആണെന്നുണ്ടെന്ന് കമന്റ് ചെയ്തിരിക്കുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. എന്തായാലും യു പിയിലെ ജനുവരി ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അടുത്തത് ഇങ്ങനെ ഡയറക്റ്റ്, അതായത് സർക്കാർ അതല്ലെങ്കിൽ അധികൃതരായിട്ടുള്ള നേതാക്കന്മാരോ ഭരണകർത്താക്കളോ ഇടപെടാത്ത സ്കൂളുകളിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ, ന്യൂസ് ചാനലുകളൊക്കെ ചെല്ലുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ വരുന്ന സ്കൂൾ അധികൃതരുടെ ഒരു രംഗമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. नल का फंड खा गए आप और लगाइए आप शिक्षक हैं, कमरा बंद नहीं होगा. ऐसा मत कीजिए, जोर जबरदस्ती कर रहे हैं आप. मैच पकड़ने का अधिकार कौन दिया आपको? सुनिए, मैच पकड़ क्या क्या भ्रष्टाचार है उसका क्या चल रहा है? क्या पूरा नल का फंड खा गए आप और ऐसे जबरदस्त जोर जबरदस्ती कर रहे हैं? जोर जबरदस्ती कर रहे हैं क्या? बोलिए. बंद नहीं होगा, बंद नहीं होगा. नल का फंड खा गए आप और लगाइए आप शिक्षक हैं, कमरा. ഇനി നമുക്ക് ചൈനയിലെ കുറച്ച് കുട്ടികളെ നേരിട്ട് നമുക്കൊന്ന് പരിചയിക്കാം. ഒരു വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യം എത്രത്തോളം വികസിച്ചു, അവിടുത്തെ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ എത്രമാത്രം സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചൈനയിലെ ഒരു 3 സെക്കൻഡ് വരുന്ന ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണാം. കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു വാച്ച് ഉപയോഗിച്ചിട്ടാണ് അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ കെട്ടിക്കൊണ്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അമ്മമാർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഏത് സമയം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നോക്കിക്കുക, അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനും ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയാനും അതുപോലെ തന്നെ വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടിയൊക്കെ ഈ ഒരു വാച്ച് കൊണ്ട് പറ്റുന്നതാണ്. ഇത് പല റേഞ്ചിൽ ഈ വാച്ച് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതൊരു ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണേ. ഇതുപോലെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണൊക്കെ ഇവർക്ക് ഇതിൽ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഈ ഒരു വാച്ച് ഉണ്ട്. എന്തായാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതാം. നമ്മുടെ രാജ്യത്ത് ഗോമൂത്രത്തിൽ നിന്ന് എങ്ങനെ പിന്നെ പ്രോട്ടോണും അതുപോലെ തന്നെ പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാം, ചാണകത്തിൽ നിന്ന് എങ്ങനെയാണ് ഗവേഷണം നടത്താൻ പറ്റുന്നത്, ചാണകം കഴിക്കുകയും മൂത്രം കുടിക്കുകയും ചെയ്യുന്ന അതേ അവസ്ഥയിലുള്ള മനുഷ്യരെ നമുക്ക് കേരളത്തിലും വളർത്തണം. അങ്ങനെ ഒരു സമൂഹം നമുക്ക് ആവശ്യമുണ്ടോ? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു സംഘപരിവാരത്തെ RSSനെയും കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് പ്രയോജനം? ഈ രീതിയിലുള്ള ഒരു സമൂഹത്തെ, ഒരു തലമുറയെ, ഒരു ജനറേഷനെ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്ര മാത്രം റിസ്ക് എടുക്കുന്നത് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നന്ദി, നമസ്കാരം.